മാഷേ, ഒരു സന്തോഷ വർത്തമാനമുണ്ട്. ഷാബാനുവിനെ അറിയാത്ത നമ്മുടെ തലമുറയിലൊന്നും ആരും വലിയ രാഷ്ട്രീയ നിയമ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു ധീരയായ സ്ത്രീ ഷാബാനു, പോരാളി ഷാബാനു ബീഗം അല്ലേ? ഷാബാനു ബീഗം. അവരെ പറ്റി ഒരു സിനിമ വരുന്നു. ഈ ആഴ്ചയാണ് റിലീസ് ചെയ്യേണ്ടത്, 7-ാം തീയതി നവംബർ 7-ന് റിലീസ് ചെയ്യേണ്ടത്. പക്ഷേ ഇൻഡോർ ഹൈക്കോടതിയിൽ ഷാബാനുവിൻ്റെ മകള് കൊണ്ടുപോയിട്ട് ഒരു കേസ് കൊടുത്തിരിക്കുന്നു. അവർ മധ്യപ്രദേശിലാണല്ലോ അല്ലേ? അതെ, ഇൻഡോറില്ല. അപ്പോൾ ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, ഞങ്ങളല്ലേ ഷാബാനുവിൻ്റെ അനന്തരാവകാശികൾ, ഞങ്ങളോടൊന്നും ചോദിക്കാതെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഹക്ക് എന്നാണ് സിനിമയുടെ പേര്, HAQ. സത്യം. ഹക്ക് എന്നാണ്, സത്യം ജയിച്ചു എന്നാണല്ലോ അവർ അന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഇത് യാമി ഗൗതവും ഇമ്രാൻ ഹഷ്മിയും ആണ് അഭിനയിക്കുന്നത്. യാമി ഗൗതം ഷാബാനു ആയിട്ട് തന്നെ അഭിനയിക്കുന്നു. ഭർത്താവായിട്ട് ആണ് മറ്റേ അഹമ്മദ് ഖാൻ എന്നല്ലേ പേര്, ഭർത്താവായി അഭിനയിക്കുന്നത് ഇമ്രാൻ ഹഷ്മി. അപ്പോൾ ഇത് കേസ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ വക്കീല് തൗസിഫ് വാസി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് മുസ്ലിം വികാരം വ്രണപ്പെടുത്തുന്നു, ശരീഅത്തിനെ സ്ത്രീവിരുദ്ധമായി ചിത്രീകരിക്കുന്നു, അവകാശം വാങ്ങിയില്ല എന്നൊക്കെയാണ്. മറ്റേത് രണ്ടും അത്ര ശരിയൊന്നും അല്ല എന്ന് സിനിമയുടെ സംവിധായകനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ അന്തസ്സോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത് കോർട്ട് റൂം ഡ്രാമ ആണ് സിനിമ. കോടതിയാണല്ലോ ഇതിൻ്റെ അകത്ത് കൂടുതൽ വരിക. ഇതിൻ്റെ ട്രെയിലർ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. 2 മണിക്കൂറുണ്ട് സിനിമ. വ്യക്തി ജീവിതം എങ്ങനെയാണെന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രണയമായിട്ട് തുടങ്ങുന്നു എന്നാണ് സിനിമയിൽ പ്രണയമൊക്കെ വേണമല്ലോ. അതെ. അപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ പിന്നെ തർക്കം വരുന്നു, കോടതിയിലേക്ക് എത്തുന്നു. ഇത് പിന്നെ UCC ആർട്ടിക്കിൾ 44 ഇതൊക്കെ കോടതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. യാമി ഗൗതം സംസാരിച്ചത് ഇന്റർവ്യൂസ് ചെയ്യാൻ നോക്കി. അവർ പറഞ്ഞിട്ടുണ്ട് ഇത് സ്വപ്ന സമാനമായ വേഷമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാബാനു എന്ന് പറഞ്ഞ കേസ്. അപ്പോൾ ഇത് അഭിനയിക്കുമ്പോൾ ഇത് ഒരു സ്ത്രീ മാത്രമാണ് ഞാൻ എന്നെനിക്ക് തോന്നിയില്ല. പല സ്ത്രീകൾക്ക് വേണ്ടി ഒരു വേഷം ഞാൻ കെട്ടി എന്നാണ് എനിക്ക് തോന്നിയത്. മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്കും വേണ്ടിയുള്ള വേഷം. അതെ. ഇത് സുപൺ വർമ്മ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സുപൺ നേരത്തെയും ഒരു കോർട്ട് റൂം ഡ്രാമ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചു. വിനീത് ജെയിനാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ 62 വയസ്സിലാണല്ലേ ഷാബാനു ഡിവോഴ്സ് ചെയ്യുന്നത് അവരുടെ കുട്ടികൾക്ക് വേണ്ടി. ഇയാൾ വേറെ ചെറുപ്പക്കാരിയെ നിക്കാഹ് ചെയ്യുമ്പോൾ 4 കുട്ടികളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ജീവനാംശം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർ കോടതിയിൽ പോയത്. ഇൻഡോറുകാരി 1978 മുത്തലാഖ് ഇയാൾ ചൊല്ലിയത്. അപ്പോൾ ഈ ശരീഅത്ത് ആണോ ഇതിൻ്റെ അകത്ത് ബാധകം, അതോ ജീവനാംശത്തിനുള്ള CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 125-ാം വകുപ്പ് അത് മുസ്ലിം സ്ത്രീകൾക്ക് ഇത്തരം കേസുകളിൽ ബാധകമാണോ? CRPC 125 പ്രകാരം ജീവനാംശമാകാമോ? അതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അത് 1985 സുപ്രീം കോടതിയിലെത്തി. ഇവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു, ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അയാൾ നിയമം പാസാക്കി. മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ ഇതല്ല ബാധകം, ശരീഅത്ത് തന്നെയാണ് ബാധകം എന്ന് ഒരു കൊണ്ട് ചെയ്യിച്ചു. ഒരു എന്താ പറയുക, ഒരു ഒട്ടും പുരോഗമനം ഇല്ലാത്തൊരെണ്ണം. കേരളത്തിലൊക്കെ അക്കാലത്ത് വലിയ വിഷയമായിരുന്നു. അത് അഖിലേന്ത്യാ ലീഗിനെ ഇടതു മുന്നണിയിൽ നിന്ന് ചാടിക്കാനായിട്ട് EMS ഉപയോഗിക്കുകയൊക്കെ ചെയ്തു ഈ വിവാദം ആ കാലത്ത്. അപ്പോൾ ഇവരിപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് സിദ്ധിയ ബീഗം ഖാൻ, ഇവരുടെ മകള് കൊടുത്തിരിക്കുന്നു. അത് ചിലപ്പോൾ കുറച്ച് നഷ്ടപരിഹാരത്തിലോ മറ്റോ തീരാൻ സാധ്യതയുണ്ട്. ഇമ്രാൻ ഹഷ്മി പറഞ്ഞിട്ടുണ്ട് ഇത് മുസ്ലിം വിരുദ്ധ സിനിമയൊന്നുമല്ല, കേസ് പറയുന്നത് ശരിയല്ല. ഷാബാനോ ബീഗം മുസ്ലിം വ്യക്തി നിയമത്തിന് അപ്പുറം മതേതര നിയമപ്രകാരം
ഭരണഘടന പ്രകാരം ജീവനാംശം കിട്ടണം എന്ന് വാദിച്ച ഒരാളാണ്. അവർക്ക് വേണ്ടി, അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. സ്ത്രീകളുടെ അന്തസ്സാണ് ഈ സിനിമയുടെ കഥാതന്തു, പ്രമേയം എന്ന് ഇമ്രാൻ ഹാഷ്മി പറഞ്ഞു. നല്ല വാക്യമാണത്. ആ സിനിമയ്ക്ക് കൊടുക്കാവുന്ന ഒരു മുഖവാക്യം തന്നെയാണ്. സ്ത്രീകളുടെ അന്തസ്സ്, പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ടിരുന്ന മുസ്ലിം സ്ത്രീയുടെ അന്തസ്സ്, അവർക്ക് തൻ്റെ സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം, അതൊക്കെയാണ് അത് കൊടുത്തത്. അതിൻ്റെ ഇപ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുകയാണെങ്കിൽ ആര് പറഞ്ഞാലും, ഈ സോക്കോൾഡ് മുസ്ലിം വിരുദ്ധമാണ്, ഇവിടുത്തെ മുസ്ലിം പേഴ്സണൽ ലോക്കെതിരാണ് എന്നാണ് അവർ പറഞ്ഞത്, അല്ലെങ്കിൽ അത് ഇസ്ലാമിക ശരീരത്തിനെതിരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എതിരായിരുന്നത് ആരാണ്? സാക്ഷാൽ ഷാബാനു ബീഗമാണ്. ഏറ്റവും വലിയ പോരാട്ടം. എനിക്ക് ആ വാചകം വായിച്ചപ്പോ ഷാബാനു ബീഗത്തിന്റെ മകളാണല്ലോ കേസിൽ ഈ സംഗതി പറഞ്ഞിരിക്കുന്നത്. മോൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് വേണം പറയാൻ. അമ്മ പൊരുതിയത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ പൊരുതിയത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഈ സിനിമയ്ക്കുള്ള വേറൊരു പ്രാധാന്യം, ഇനി അങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ഉണ്ടാവുകയേയില്ല. കാരണം മുത്തലാഖ് നിരോധിച്ചു കഴിഞ്ഞു പുതിയ കാലത്ത്. ഇനി അങ്ങനെ പോരാളി വേണ്ടി വരില്ല. പക്ഷെ വേണ്ട കാലത്ത് പൊരുതി. രണ്ടാമത്തെ കാര്യം, രാജീവ് ഗാന്ധി അന്നത്തെ ഈ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി എത്രയൊക്കെ തന്നെ ഈ അവകാശത്തിൽ വെള്ളം ചേർത്താലും പിൽക്കാലത്ത് ഉർവശി ശാപം ഉപകാരം പോലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ അറിയോ സാറിന്? ബനാത്ത് ബാലയുടെ ബില്ലനുസരിച്ച് എന്താ ആകെ വന്നതെന്നറിയോ? ആകെ വന്നത് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം ചോദിക്കാം, പക്ഷേ അവകാശം കൊടുക്കേണ്ടത് ജീവനാംശമായിട്ടാണോ മത്തായായിട്ടാണോ? ഇതാണ് പ്രശ്നം. എന്താ ജീവനാംശം എന്ന് പറയുന്നത്? മത്തായ എന്ന് പറയുന്ന പിരിയുന്ന സമയത്ത്, ഞാൻ മൊഴി ചൊല്ലി എൻ്റെ ഭാര്യയെ ഒഴിവാക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു കൺസോളിഡേറ്റഡ് എമൗണ്ട്, ഒരു എന്തായാലും പറയാ, ഒരു സംപ്രീതി സമ്മാനം എന്ന് പറയില്ലേ, ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുത്തിട്ട് യാത്രയാക്കുക, ഫെയർവെൽ പറയാ, പിന്നെ ചോദിക്കരുത്, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എമൗണ്ടാണ്. പക്ഷേ കോടതി അതിമനോഹരമായിട്ട് ആ നിയമം അതിമനോഹരമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ അറിയോ? കോടതി പോയാൽ ജീവനാംശം എന്ന് പറഞ്ഞിട്ട് പ്രതിമാസം കിട്ടാൻ പാടില്ല എന്നേ ഉള്ളൂ. ജീവനാംശം കൊടുക്കണമെന്നാ പ്രതിമാസം ചെലവിന് അണ്ടിൽ രണ്ട് കാര്യമാണ്, ഒന്നുകിൽ പുനർവിവാഹം വരെ അല്ലെങ്കിൽ മരണം വരെ കൊടുക്കണമെന്നാ. പക്ഷേ ഈ മത്തായ കൊടുത്തപ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? ഇപ്പം എൻ്റെ സാറേ, മത്തായ ചോദിച്ചുകൊണ്ട് ഈ ബനാത്തുവാല, രാജീവ് ഗാന്ധിയുടെ ബനാത്തുവാല ബില്ല് പ്രകാരം കോടതിയിൽ പോകുന്ന ആളുകൾക്ക്, മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഇപ്പൊ എത്ര എമൗണ്ട് ചോദിക്കുന്ന അറിയോ? 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറയുക, ആ പൈസ ബാങ്കിലിട്ടാ ജീവിച്ചു പോകാം. ഒരു മുത്തലാഖ് ചൊല്ലിയ കൊള്ളാമായിരുന്നു എന്ന് പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്ന മട്ടില്ല ഞാൻ പറയുന്നത്. രാജീവ് ഗാന്ധി അത് മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയപ്പെട്ട് ചെയ്തതാണെങ്കിലും ബനാത്ത് വാലയുടെ ആ ബില്ല് കൊണ്ട് പോലും, അപ്പൊ ഷാബാനു ബീഗത്തിന്റെ ഒരു പോരാട്ടത്തിന് എത്ര തന്നെ വെള്ളം ചേർത്താലും ഇപ്പോഴും ഗുണകരമായ റിസൾട്ട് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതല്ലേ, അവർക്ക് ഈ മൊഴി ചൊല്ലുക എന്ന് പറയുന്ന ഏർപ്പാട് തരക്കേടില്ല സാർ. നമ്മളിപ്പോൾ പുതിയ ജനറേഷനിലെ ടെക്കി തലമുറയൊക്കെ കല്യാണം കഴിഞ്ഞ് 6 മാസം കൊണ്ട് ഇവർക്ക് അടിച്ച് പിരിയാൻ മടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അവർക്കൊരു ലൈഫുണ്ട്, പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്, വേറെ ലൈഫ് തേടി പോകാൻ പറ്റും. 62 വയസ്സ് വരെ ഇയാളുടെ കൂടെ, അതും ബാല്യത്തിൽ നന്നേ ചെറുപ്പത്തിൽ ഇയാളുടെ കൂടെ ചെന്ന് 4-5 മക്കളെ പ്രസവിച്ച് കൂടെ നിന്നിട്ട്, ഇവർക്കാണെങ്കിൽ വേറെ പഠിക്കാൻ പോവുകയോ ഉപജീവന മാർഗം ഒന്നുമില്ല. അയാളാണെങ്കിൽ സമ്പന്നനാണ്. ഈ മുഹമ്മദ് അഹമ്മദ് ഖാൻ വലിയ ധനിക കുടുംബമാണ്. അക്കാലത്ത് ധനികനായതുകൊണ്ടാണ് ഇയാളെ ലോ പഠിക്കാൻ പറഞ്ഞയച്ചത്. മാത്രമല്ല നല്ല കേസുള്ള വക്കീലുമാണ്, നല്ല സമ്പാദ്യവും വരുമാനമുണ്ട്. എന്നിട്ടും ഈ 62-ാം വയസ്സിൽ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാണ്. പക്ഷെ ശിഷ്ടകാലത്ത് അവർക്ക് ജീവിക്കാനുള്ള ഏർപ്പാട് കൊടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. അത്ര അനീതിയാണ് കാണിച്ചത്. പക്ഷെ ആ അനീതിക്കെതിരായിട്ടാണ് അവർ പൊരുതിയത്. എനിക്ക് തോന്നുന്നു 62 വയസ്സ് ഉള്ള കാലത്ത് അവർ ഇയാളെ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, അന്തസ്സിന് വേണ്ടിയായിരുന്നു ആ പോരാട്ടം. അതുകൊണ്ട് ഷാബാനു ബീഗം ഒരു ഹീറോയിനാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഹീറോ ആണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിം പെൺകുട്ടികളുടെ ഹീറോ ആണ്. ആ മോൾക്ക് എന്ത് പറ്റിയെന്നറിയില്ല, അവൾക്കാണിപ്പോൾ ബോധം വരാത്തത്. അമ്മയുടെ വില അറിയാത്ത മോള് എന്നാണ് അവളെ വിളിക്കേണ്ടത്. കേസ് തീരുമായിരിക്കും, കേസ് തീർന്നോ ഇല്ലെങ്കിലും ആ പ്രസ്താവന ആ അമ്മയെ അവമാനിക്കുന്നതിന് തുല്യമാണ്. സിനിമ മാഷിന്റെ വീട് കൊണ്ടോട്ടിയില്ലല്ലോ, അവിടെ തിയേറ്റർ ഒക്കെ ഉണ്ട്. അവിടുത്തെ തിയേറ്ററിൽ ഈ സിനിമ കളിക്കാൻ സാധ്യതയുണ്ട്. ഇടിച്ചു കയറി കാണും ആൾക്കാർ. കൊണ്ടോട്ടിയും നാടും ഒക്കെ മാറി. എൻ്റെ സാറേ, ഈ മുസ്ലിം പെൺകുട്ടി ഇപ്പോൾ പഴയടത്തൊന്നുമല്ല. ഇവർ കോടതിയിൽ പോയില്ലേ? നിങ്ങൾക്ക് സാറിന് ഓർമ്മയില്ലേ? എനിക്ക് അടുത്ത കാലത്ത് സാറൊക്കെ ജേർണലിസ്റ്റായിട്ട് കത്തി നിൽക്കുന്ന കാലത്തല്ലേ മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 16 ആക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചത്. അന്ന് മലപ്പുറം ജില്ലയിലെ ഫസ്റ്റ് ഗ്രേഡ് കോളേജുകളിൽ MESന്റെ ഫസൽ ഗഫൂർ മുൻകൈയെടുത്തൊരു വോട്ടെടുപ്പ് നടത്തി, ഒരു ഹിതപരിശോധന മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രം. ഒറ്റ ചോദ്യമാണ്, നിങ്ങൾക്ക് 16-ാം വയസ്സിൽ വിവാഹം വേണമോ വേണ്ടയോ? ഒറ്റ ക്വസ്റ്റ്യൻ.
5000 മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുത്തു. അതില് അപ്പൊ ഒരു ചോദ്യം പിന്നെ ഉണ്ട്, ഈ സിനിമ പള്ളുരുത്തിയിൽ കളിക്കുവോ? എന്താ കളിച്ചാല്? അല്ല, ഹിജാബ് പ്രശ്നമൊക്കെ ഉണ്ടായ സ്ഥലം എവിടെ ഉണ്ടെങ്കിലും ഈ സിനിമ വരും, ആളുകൾ കാണും. ഈ ഇവിടെ ചെന്നിട്ട് ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി അല്ലാതെ ചില അങ്കിളുമാരുണ്ടല്ലോ, ചില സുഡാപ്പി അമ്മാവന്മാർ, അവരുണ്ടാക്കുന്ന അവരുടെ ജനറേഷനൊന്നും അവരുടെ മക്കൾ പോലും ആ കൂട്ടത്തിൽ നിൽക്കുമെന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചിത്രം ഇതാണ്. ഇവരൊക്കെ തന്നെ അന്ന് മുസ്ലിം പെൺകുട്ടികൾ മലപ്പുറത്ത് വിധി എഴുതിയതാ, ഞങ്ങൾക്ക് 16 വേണ്ട 18 വേണം 21 വേണമെന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ അറിയോ, അത് ഈ കോടതിയിൽ പോകുന്ന മൈനാജിക്ക് അറിയില്ലല്ലോ കോളേജിൽ എന്താ പഠിക്കണമെന്ന്. ഡിഗ്രി പാസ്സാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് 21 വയസ്സ് വരെ പഠിക്കണമെന്ന്. അപ്പം ഇന്നിപ്പോൾ മലപ്പുറത്തൊന്ന് പോയി നോക്കൂ സാർ, ആൺകുട്ടികളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത് എല്ലാ വീട്ടിലും. അപ്പൊ ഷാബാന് ജയിച്ചു, ഷാബാന് ജയിച്ചു, സിനിമ തീർച്ചയായിട്ടും ജയിക്കും. മുസ്ലിം പെൺകുട്ടി, ഇന്ത്യയിലെ മുസ്ലിം പെൺകുട്ടികളുടെ ഒരു വിജയഗാഥയാണ് ഈ വരാൻ പോകുന്ന സിനിമ. തോൽക്കുന്നത് എപ്പോഴും ഈ പുരുഷ മേധാവിത്വവും സ്ത്രീ വിരുദ്ധമായ യാഥാസ്ഥിക മുസ്ലിം പൗരോഹിത്യമായിരിക്കും. അത് തോറ്റുകൊണ്ടേയിരിക്കും, എന്നേക്കുമായിട്ട് തോൽക്കാനുള്ളതാണത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.